ഇനി 2 പ്രാവശ്യമാണ് ഈ മകരവിളക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം മകരവിളക്ക് അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. ആ ദീപത്തിനെ കാണുവാൻ വേണ്ടി, ആ മകരവിളക്കിനെ കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആ അയ്യപ്പ സമുദ്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എല്ലാ കണ്ണുകളും എല്ലാ കാതുകളും ഒക്കെ തന്നെ പൊന്നമ്പലമേട്ടിൽ നോക്കി നിൽക്കുകയാണ്. 3ാമത്തെ പ്രാവശ്യം തെളിയുവാനുള്ള ആ സമയം അടുത്തു വരുന്നു. അങ്ങനെ ആ 3ാമത്തെ പ്രാവശ്യവും മകരവിളക്ക് തെളിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഭഗവാനെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അയ്യപ്പ ഭക്തരെയും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അയ്യപ്പ ഭക്തരെയും കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നാം നിൽക്കുന്നത്. അങ്ങനെ ഈ വർഷത്തെ മകരവിളക്കം കണ്ട് അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ആ ഭക്തജന സമുദ്രമാണ് ഇനി നമുക്ക് അങ്ങോട്ട് വിടവാങ്ങാൻ പോകുന്നത്. എന്തായിരുന്നാലും സന്നിധിയിൽ നിൽക്കുവാനുള്ള ആ ഭാഗ്യം, പറയാൻ വന്ന പരാതികളെല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുന്ന അയ്യപ്പന്മാർ ആ മകരവിളക്കം കണ്ട് സന്തോഷത്തോടുകൂടി കാണുവാൻ സാധിക്കുകയില്ല. അതിന് ഇനിയും സമയമെടുക്കും. അതുപോലെ കുറച്ചു കഴിഞ്ഞാൽ ദർശനത്തിന് വേണ്ടി അയ്യപ്പന്മാരെ കടത്തിവിടുമെങ്കിലും കുറച്ചു പേർക്ക് മാത്രമേ തിരുവാഭരണമണിഞ്ഞ അയ്യപ്പനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എല്ലാവർക്കും ആ മകരജ്യോതി, മകരവിളക്ക് കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ കൊണ്ടുതരാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമായി ഞങ്ങൾ കരുതുകയാണ്. അങ്ങനെ പൊന്നമ്പലമേട്ടിൽ എത്ര കണ്ടാലും മതിവരാത്ത ആ കോമള രൂപത്തെ ആ മകരവിളക്കിന് നാം കണ്ടു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുറ ജപം കഴിഞ്ഞ് ഇന്ന് കൊളുത്തിയ ആ ലക്ഷദീപമാണ് നിങ്ങൾ കാണുന്നത്. 6 വർഷത്തിലൊരിക്കൽ വരുന്ന ഈ ലക്ഷദീപം കാണുവാൻ ലക്ഷം ഭക്തജനങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ ഈ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. വെറും മെഴുകുതിരി കൊണ്ടുള്ള വിളക്കുകളല്ല, നിലവിളക്കുകളാണ്. നെയ്യ് ഒഴിച്ച അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച വിളക്കുകളാണ് ക്ഷേത്രത്തിനകത്തും പുറത്തും കത്തിച്ചിരിക്കുന്നത്. ഇന്നും നാളെയും മറ്റന്നാളെയും 3 ദിവസമാണ് ഈ ലക്ഷദീപം കാണുവാൻ സാധിക്കുക. അകത്ത് ദർശനം വെറും 15,000 പേർക്ക് മാത്രമാണ്. അതിനും എത്രയോ തിരക്കുണ്ടായിരുന്നു.